ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമ്മളെ ഹെയർ കെയർ വീഡിയോയിൽ വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനുപോലെ നമ്മൾ ഈ ചാനലിൽ വെക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നമ്മൾ കേളി ഫ്രിസി അങ്ങനത്തെ ടൈപ്പ് ഹെയറിന് ഞാൻ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെയും കൂടി ഒരു കാര്യം വന്നിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന. അപ്പം നമ്മൾ ഈ ഒരു കേളി ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഹെയർ പറയുമ്പം ഞാൻ പറയുന്നത് കേളി ഫ്രിസി വേവി. അപ്പം കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഹെയറിൻ്റെ കോലം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാച്ച് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ഒരു കേളി ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറയുന്ന ഹെയർ ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞുള്ള വീഡിയോസ് ഒക്കെ, അതായത് കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ വാഷ് കഴിഞ്ഞ ഒരു 2-3 hours ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഹെയറിന്റെ രീതിയാണ് ഞാൻ നോർമൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ആ രീതിയിലേക്ക് തന്നെ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഹെയറും അങ്ങ് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ട് ഓയിൽ മസാജിന്റെ ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ പോണേ. നമുക്ക് ഹെയർ ഗ്രോത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റ്നെസ്, ഡ്രൈനെസ് അങ്ങനെയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒന്ന് കുറച്ച് തിക്കായിട്ട് തോന്നൂല, ഭയങ്കര തിന്നായിട്ടിരിക്കും നമ്മളെ ഹെയർ ഉണ്ടാവുക. പക്ഷെ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് തോന്നാനും പിന്നെ കേളൊക്കെ കുറച്ച് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ കൂടെ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഹോട്ട് ഓയിൽ മസാജാണ് ഇന്നത്തെ വീഡിയോ ഷെയർ വേണം. ഞാൻ അതിന്റെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോടാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് അതേ രീതി. ഇവിടെ ഇപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊരു സ്പൂണ് നിങ്ങൾ കാണില്ല, ഞാൻ അതിൻ്റെ ഓയിൽ മെഷർമെൻറ്റിന് പോലെ എടുക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നീലബൃങ്കാതിൻ്റെ ഓയിലാണ്. നിങ്ങൾ ഏതാണോ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് അതെടുക്കുക. ഇനി അല്ല നിങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കണമെങ്കിൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് മെഷർ ചെയ്ത് എടുക്കുക. ഞാൻ കുറേ ഒന്നും വാരി ഇതാക്കല്ല, എനിക്ക് ചില സമയത്ത് നീരിറക്കത്തിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. ഇപ്പം തന്നെ കോൾഡ് ഒന്ന് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ഇല്ലേ, അതാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളൊരു ബോട്ടിലിന് എത്ര 30 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാസ്റ്റർ ഓയിൽ നല്ലതാണ്. നമുക്ക് ഹെയർ ഗ്രോത്ത് ആണെങ്കിലും തിക്ക് കൂടാൻ വേണ്ടിയിട്ട്, നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കാസ്റ്റർ ഓയിൽ നല്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഭയങ്കര വെയിറ്റ് കൂടുതലൊരു ഓയിലാണിത്. അപ്പോൾ നമ്മളെ നോർമൽ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുന്ന പോലെ തോന്നും ഓയിലിന്. എന്നിട്ട് എന്താ ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒനിയൻ ആട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനൊരു ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ട്, അതാണ് കേട്ടോ അത് ഇടുന്ന വീഡിയോ ഞാൻ വിട്ടത്. ഇത് ഡബിൾ ബോയിൽ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പം അതിൻ്റെ നീരൊന്നും ഒഴിവാക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിപ്പോൾ കാസ്റ്റർ ഓയിലും ഓയിലൊക്കെ ഇട്ടയിലേക്ക് എടുത്തിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ വരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓയിൽ ഇല്ലാത്ത പോലെ തോന്നും ഈ ഒരു ഉള്ളിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ നീരൊക്കെ വന്ന് നല്ല രീതിയിൽ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ മൈൽഡായുള്ള ഷാമ്പു കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ സ്മെല്ല് വരും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളതിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ നോക്കുക, നല്ലതാണ് ഹോട്ട് ഓയിൽ മസാജ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിരിക്കും. പക്ഷേ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. ഞാനിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് ഇനി കോക്കനട്ട് ഓയിൽ എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കട്ടോ. അപ്പം ഈ രീതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനാണെങ്കിലും ഹെയർ ഫോൾസ് കുറയാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളെ കേളൊന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടെ കഴിയും കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ചകിരി പോലെ നിൽക്കുന്നതിനെ പറ്റിയിട്ട് കുറച്ചൊന്നും കൂടി ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ആ രീതിയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ മാറ്റിയെടുത്തത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഹെയറിലാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.